സന്ദീപ് വാര്യർ, ഈ സ്വർണ്ണക്കൊള്ള വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു പ്രധാന വിഷയമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ സോണിയാഗാന്ധിയും പോറ്റിയും തന്നെ നിൽക്കുന്ന ചിത്രം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിരോധത്തിനിറങ്ങുന്നു. ഇന്ന് KC വേണുഗോപാലിനെ ഉന്നം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം; 2, BJPയുടെ B ടീമായി ഇടതുപക്ഷം മാറി എന്നുള്ള ആരോപണം; 3-മത്തേത് ഭരണവിരുദ്ധ വികാരം. ഈ 3 കാര്യങ്ങൾക്കും ഇപ്പോൾ ഈ യാത്രയിൽ മറുപടി ലഭിക്കുന്നുണ്ടോ സന്ദീപ് വാര്യർ? ഒപ്പം അരുൺ പറഞ്ഞതിനുള്ള മറുപടി കൂടി. അല്ല, അരുൺ ഇവിടെ നേരത്തെ പറഞ്ഞ ഈ CPM-ന്റെ സ്ഥിരം ക്യാപ്സ്യൂൾ, അതെനിക്ക് തോന്നുന്നു AK സെന്ററിൽ നിന്ന് പുഴുങ്ങിക്കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ വാരി വതറിക്കൊണ്ടിരിക്കുകയാണ് CPM-മാർ. ഈ പ്രത്യേകിച്ച് ഈ വികസന കാര്യവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കള്ളക്കണക്കുകളാണെന്ന് ഞാൻ നേരത്തെ ഇലക്ട്രിസിറ്റി ജനറേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് അതിൽ കൃത്യമായ മറുപടി ഒന്നുമില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 1400 മെഗാവാട്ട് അഡീഷണൽ ആയിട്ട് ഉൽപ്പാദിപ്പിച്ചു എന്നാണ് പറയുന്നത്. 1400 മെഗാവാട്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയ കണക്കല്ല. അങ്ങനെയാണെങ്കിൽ കേരളം ആകെപ്പാടെ ഉപയോഗിക്കുന്ന 5500-ൽ 1400 മെഗാവാട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവർ കേരളത്തിൽ ആഡ് ഓൺ ചെയ്ത പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അവർ പറയട്ടെ. അതിന് മാത്രമുള്ള പ്രൊജക്റ്റുകൾ കേരളത്തിൽ എവിടെ ആര് ഇനാഗുറേറ്റ് ചെയ്തു? അതിവേഗ റെയിൽപാത ഞങ്ങൾ എതിർത്തു. നിങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? കേരളത്തിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് അങ്ങേയറ്റം ജനവിരുദ്ധമായിരുന്നു. നിങ്ങളിട്ട മഞ്ഞക്കുറ്റികളൊക്കെ ഇവിടെ തന്നെ കിടക്കുകയാണ്. ഇനി പോകുന്ന പോക്കിന് ആ മഞ്ഞക്കുറ്റികളൊന്ന് ഊരി പിഴുത് കൊണ്ടുപോകാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണം. കാരണം നിങ്ങൾ മഞ്ഞക്കുറ്റിയിട്ട സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ഇപ്പോഴും ഭൂമി വിൽക്കാൻ കഴിയാതിരിക്കുകയാണ്. നിങ്ങൾ അങ്ങേയറ്റത്ത് ജനവിരുദ്ധത കാണിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ആ പ്രൊജക്റ്റ് തന്നെ മാറ്റി പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരുമെന്ന് പറയുന്നു. ജനവിരുദ്ധമാണെങ്കിൽ അതിനെ എതിർക്കും, ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എതിർക്കും. ഞങ്ങൾ വികസനത്തിനെതിരല്ല. നിങ്ങൾ ഇടതുപക്ഷം എല്ലാ കാലത്തും വികസനത്തിന് അങ്ങേയറ്റം എതിർ നിൽക്കുന്നത് പോലെയല്ല ഞങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പവർ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇന്തോ ന്യൂക്ലിയർ സിവിൽ ഡീലിന്റെ പേരിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെ വലിച്ച് താഴെയിടാൻ വേണ്ടിയിട്ട് BJP-യുമായി കൈകോർത്തവരല്ലേ? ഓർമ്മയില്ലേ ആ കാലം? ഇന്ന് അതിന്റെ ഗുണഫലം ആരാ അനുഭവിക്കുന്നത്? ഇത് ഈ രാജ്യം അനുഭവിക്കുകയാണ്. ആ സിവിൽ ന്യൂക്ലിയർ ഡീലിന്റെ ഗുണഫലം ഇന്ന് രാജ്യം അനുഭവിക്കുന്നുണ്ട്. അത് മറന്നുകൊണ്ട് സംസാരിക്കരുത്. രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിലും അതിനെ ഇല്ലാതാക്കാനും അതിന്റെ കടക്കൽ കത്തിവെക്കാനും ശ്രമിച്ചവരാണ് ഇടതുപക്ഷം. അത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ കൂടംകുളത്തേക്ക് മാർച്ച് നടത്താൻ പോയത് ആരാണ്? ഓർമ്മയുണ്ടോ? അന്ന് മുരളീധരന്റെ വിഖ്യാതമായിട്ടുള്ള ഒരു പരാമർശം അരുൺകുമാറിന് ഓർമ്മയുണ്ടാകും. അന്ന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു എൻ്റെ ഓർമ്മ. അദ്ദേഹം കൂടംകുളത്തേക്ക് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചു, അവിടുത്തെ സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അഭ്യർത്ഥിച്ചു അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. കേരളത്തിലെ DGP അഭ്യർത്ഥിച്ചു അങ്ങോട്ട് പോകരുത്, അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇവിടുന്ന് യാത്രയായി പോയി തിരുവനന്തപുരത്ത് പോയി. അവസാനം കേരളത്തിന്റെ അതിർത്തി എത്തിയ സമയത്ത് കളിയിക്കാവളയിലെ തമിഴ്നാട് SI വന്നിട്ട് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ VS തിരിച്ചു പോന്നു. അതായത് കേരളത്തിന്റെ DGP പോകരുത് എന്ന് പറഞ്ഞപ്പോൾ കേൾക്കാതെ എന്ന VS കളിയിക്കാവളയിലെ തമിഴ്നാട്ടിലെ SI വന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. ഇതായിരുന്നു ഇവരുടെ സമരം. ഇതെല്ലാം ഞാൻ VS-നെ ഇതാക്കിക്കൊണ്ട് പറയല്ല. അന്ന് ഉണ്ടായിട്ടുള്ള ശ്രീ മുരളീധരന്റെ ഈ പരാമർശം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്തുണ്ടാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളോടും അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് CPM-കാർ. ഞങ്ങൾ ജനവിരുദ്ധമായി നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ച കേരളിനെ എതിർത്തിട്ടുണ്ട്. അതിനെ എതിർത്ത് ഞങ്ങൾ പരാജയപ്പെടുത്തി. നിങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചില്ല. നിങ്ങൾ ഈ രാജ്യത്തെ എന്തിനൊക്കെ എതിർത്ത്? നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുമ്പോൾ എൻ്റെ മൃതദേഹത്തിനുള്ളിലൂടെ മാത്രമേ ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുമെന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാർ നിങ്ങൾക്കുണ്ടായിരുന്നു. പിന്നീട് അവർ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഭരണസമിതിയിൽ ഉന്നത അധികാര സ്ഥാനങ്ങളിരുന്നു. ഇന്ന് പിണറായി വിജയനും കുടുംബവും സകുടുംബം അമേരിക്കയിലേക്ക് പോകുന്നതും ദുബായിലേക്ക് പോകുന്നതും അതേ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. നിങ്ങൾ മറക്കരുത്. അങ്ങനെ എത്രയോ വികസന ഉദാഹരണങ്ങൾ. ഇപ്പോൾ വിഴിഞ്ഞം എയർപോർട്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം കല്ലിട്ട് പോയതുകൊണ്ട് വികസനമാവുമെന്ന് വെച്ചു. ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഘട്ടമാണ്. നോക്കൂ, ആ വിഴിഞ്ഞ പ്രൊജക്റ്റിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഘട്ടം ഏതായിരുന്നു? ഈ കേരളത്തിൽ CPM-നെ പോലെ വികസനത്തിന് അങ്ങേയറ്റം പുറത്തിരിഞ്ഞു നിൽക്കുന്ന, അങ്ങേയറ്റം പ്രതിലോമകരമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന, ഗുണ്ടായിസം ചെയ്യുന്ന, ഏതെങ്കിലും വിദേശ കമ്പനി വന്നാൽ അവരെ ആക്രമിക്കുന്ന ഒരു ഗുണ്ടാ സംഘം കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദാനിയെ പോലെ ഒരു ഈ രംഗത്ത് വിഖ്യാതമായ ഒരു ടീമിനെ കൺവിൻസ് ചെയ്ത് വളരെ ഡിപ്ലോമാറ്റിക്കലി അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവുണ്ടല്ലോ, കൺസെൻസസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവുണ്ടല്ലോ, അതിനെല്ലാം അംഗീകരിക്കേണ്ടത്. അതായിരുന്നല്ലോ ആ പ്രൊജക്റ്റിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ആ പ്രൊജക്റ്റ് ഇന്ന് യാഥാർത്ഥ്യമായത്. ഇന്ന് നിങ്ങൾ വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും നിങ്ങളുടെ ഗവൺമെന്റും എത്ര തന്നെ വിസ്മരിക്കാൻ ശ്രമിച്ചാലും വിഴിഞ്ഞത്തെ കടലിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ചെവി ഓർത്തിരുന്നാൽ വിഴിഞ്ഞത്തെ കടൽ തിരമാലകളിൽ നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി എന്ന ശബ്ദം കേൾക്കാൻ പറ്റും. കാരണം വിഴിഞ്ഞം പ്രൊജക്ടിന്റെ പിതാവ് ഉമ്മൻചാണ്ടിയാണ്. അന്ന് നിങ്ങളെ ആരോപണം എന്തായിരുന്നു? 5000 കോടിയുടെ കടൽ കൊള്ള എന്നാണ് ദേശാഭിമാനിയിൽ അച്ചടിച്ചെഴുതിയത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പിണറായി വിജയന്റെ പ്രസ്താവന എന്തായിരുന്നു? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിണറായിയെ പറപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ പറപ്പിച്ചോ? നിങ്ങൾ എന്താ പറപ്പിച്ചത്? അദാനിയുടെ പേരെഴുതിയ ബലൂൺ പറപ്പിച്ചിരുന്നില്ലേ? പിന്നെ ഈ കരണദാനിയെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ലേ? അപ്പൊ നിങ്ങൾ ഭരണത്തിലെത്തിയപ്പോൾ നിങ്ങളുടെ നിലപാട് മുഴുവൻ മാറി. UDF ശരിയാണ്, ഗവൺമെന്റുകൾ തുടർച്ചയാണ്.
അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന വികസന പദ്ധതി അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഗവൺമെന്റ് തുടർച്ചയാണ്. പക്ഷേ ഈ പറയുന്നതൊന്നും പ്രവൃത്തി വേറൊന്നും എന്നുള്ളത് ശരിയല്ല. നിങ്ങൾ അന്നത്തെ കാലത്ത് എല്ലാ വികസന പദ്ധതികളെയും എതിർത്തവരും UDF കൊണ്ടുവന്ന എല്ലാ പദ്ധതികൾക്കും പാരവയ്ക്കാൻ ശ്രമിച്ചവരാണ്. ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തോടുകൂടി സഹകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. കേരളത്തിൽ വികസനം വന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, അദാനിയെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പോലെ ഫോൺ സഹകരിക്കാൻ ശ്രമിച്ചോ? പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞ് ഫോണിന്റെ കാര്യത്തിൽ, ക്യാമറയുടെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് പ്രഹരം ഏറ്റുവാങ്ങിയില്ലേ? ഇപ്പോൾ വയനാട് തുരങ്കപാതയുടെ കാര്യത്തിൽ നടക്കൂല എന്ന് തന്നെയല്ലേ പറഞ്ഞത്? വിഴിഞ്ഞം ഒരു ഘട്ടത്തിൽ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഒരു സംഘർഷം വരുമ്പോൾ അന്ന് അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പദ്ധതി നടക്കൂല എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഈ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. പാത ഏറ്റെടുക്കുന്നതിന്റെ കാര്യത്തിൽ, ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർദ്രം പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് MM ഹസൻ. ഞാൻ പൂർത്തിയാക്കാം അരുൺ, എന്നെ പൂർത്തിയാക്കാൻ നോക്കി. നിങ്ങൾ പറഞ്ഞ ഈ ചോദ്യത്തിന് ഞങ്ങളുടെ എതിർപ്പും CPM എതിർപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾ എവിടെ എതിർത്തിട്ടുള്ളത്? ഞങ്ങൾ ഓരോ പർട്ടിക്കുലർ ചില വിഷയങ്ങളിൽ, ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഉദാഹരണത്തിന് ചില ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പറയട്ടെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ജനകീയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ കൺസേൺ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രതിപക്ഷമേ ആയിരുന്നില്ല. ഞങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും പദ്ധതിയെ ഇല്ലാതാക്കുന്ന ഒറ്റ കാര്യം അല്ലല്ല ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. ഇവർ പൂർണ്ണമായിട്ടും നശീകരണാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ടാണ് CPM എല്ലാ കാലത്തും പ്രവർത്തിച്ചുള്ളത്. ഞങ്ങൾ സഹകരിച്ചിട്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. അദാനിയെ പോലെ ഒരു കോർപ്പറേറ്റിനെ അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായ ഭീമനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ പലതവണ BMW പേര് പറഞ്ഞു, പല സംഗതികളുടെ പേര് പറഞ്ഞു. ഇവിടെ പിണറായി വിജയന്റെ കാലത്ത് ഇവിടുന്ന് ഓടി ഒളിക്കല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് സ്മാർട്ട് സിറ്റി, ദുബായ് കമ്പനി ഇവിടുന്ന് പേടിച്ച് ഓടിയില്ലേ? ഇപ്പോൾ അടുത്ത അവസ്ഥ എന്താ? അതിന്റെ അവസ്ഥ എന്താ? സ്മാർട്ട് സിറ്റി പോലെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയുടെ അവസ്ഥ എന്താ? എത്ര മില്യൺ കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നത് മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കുന്ന സമീപനം ഉണ്ടായില്ലേ? ഇപ്പോൾ 3000 ഒരു കാര്യം പറയും, ഇദ്ദേഹം സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞു, 3000 സ്റ്റാർട്ടപ്പുകൾ കാര്യം പറഞ്ഞു. അരുൺ കാര്യം മനസ്സിലാക്കണം, 2 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ തുടങ്ങിയപ്പോഴാണ് 3000 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരുന്നത്. ഇനി ഇന്ത്യയിലാകെ 160-ലധികം യൂണിക്കോൺസ് ഉണ്ട്. $1 ബില്യൺ ടേൺ ഓവറുള്ള 160ഓളം വരുന്ന യൂണിക്കോണുകളുണ്ട്. കേരളത്തിൽ എത്രയുള്ളത്? ഒറ്റ ഒന്ന്. അതിലൊറ്റ ഒന്നാണ് കേരളത്തിലുള്ളത്. അത് ഇപ്പം ഈ അടുത്തുണ്ടായതാ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ മെനിയൊന്നും പറയേണ്ട. കേരളം ഇപ്പോഴും വ്യവസായ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ മുരടിപ്പാണ്. നിങ്ങൾക്ക് വ്യവസായ വികസനം അനുകൂലമായിട്ടുള്ള പോളിസി കൊണ്ടുവരാൻ പറ്റില്ല. പോളിസി പാരാലിസിസ് ആണ് കേരളത്തിലുള്ളത്. Debate with Dr. Arun Kumar.